നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇല്ല, ഇനി ഞാനൊന്നും ചോദിക്കില്ല, ഒന്നും പറയില്ല. നീ ഞാനോട്ട് ഒരു ബന്ധവുമില്ല. പറഞ്ഞില്ലേ എന്റെ ദേഹത്ത് തുടരുതെന്ന്? എന്താ എടുത്തി ഓഫീസിലെ അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഫോൺ കട്ട് ചെയ്യാതിരുന്നത്. പ്ലീസ് എടുത്തി പിണങ്ങല്ലേ. വാ, നമുക്ക് പോയി ഫുഡ് കഴിക്കാം, എന്നിട്ട് എല്ലാവരോടും ഒന്ന് സംസാരിച്ചിരിക്കാം. വാ. ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കാൻ വരരുത്. എടുത്തി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പറയാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? തെറ്റ് ചെയ്തത് ഞാനാടി. നിന്നെ എന്റെ സ്വന്തം അനിയത്തിയെ കരുതി സ്നേഹിച്ചു. അതൊരു വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഏട്ടത്തി, എന്താ ഏട്ടത്തി ഇത്? എന്നിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ പ്ലീസ്. എടുത്തി, എന്താന്ന് വെച്ചൊന്ന് പറയേ. എടുത്തി തമാശ കാണിക്കുന്നല്ലേ? നീ മുറിന്ന് പുറത്തു പോയേ. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, മുറിന്ന് പുറത്തു പോയാ മതി. എടുത്തി, പുറത്തു പോവാനല്ലേ പറഞ്ഞത്? ഐശ്വര്യ പറഞ്ഞത് നേരാ. ആരും വിശ്വസിക്കാൻ പാടില്ല. എന്നെ പറ്റിച്ചിട്ട് വന്നിരിക്കുന്നു. എടോ, എന്തോടെ ആകെ ഒരു മൂടൗട്ട്? ഒന്നുമില്ല സാർ. താൻ കാര്യം പറയടോ. സത്യം പറഞ്ഞ എനിക്ക് നാളെ ചെങ്കൽ ക്ഷേത്രത്തിൽ പോകണമെന്നില്ല സാർ. അമ്പലത്തിൽ പോവാൻ വേണ്ടി ബാക്കി എല്ലാം ഉപേക്ഷിക്കുന്ന താനാണോ ഈ പറയുന്നത്? അതല്ല സാർ, മനസ്സിന് എന്തോ ഒരു സുഖക്കുറവ് പോലെ. അമൃതേടത്തേക്ക് എന്നെ കുറിച്ച് എന്തോ ഒരു ദേഷ്യം മനസ്സിലുണ്ട്. ഏയ്, അതൊക്കെ തനിക്ക് തോന്നുന്നതാ. അമൃതേടത്തി എപ്പോഴും തനിക്ക് വേണ്ടി നിന്നിട്ടുള്ള ആളാ. എന്തിനും തന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതെ, അതുകൊണ്ടാ ഇപ്പോഴത്തെ അകൽച്ച എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ട് അമൃതേടത്തെ വേദനിപ്പിച്ചിട്ടില്ല, വിഷമുണ്ടാക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. ആ, ഒരു കാര്യം ചെയ്യാം. തന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് തുറന്നു ചോദിക്കാം. വന്നേ. സാർ, അത് വേണ്ട. എന്ത് ചോദിക്കാനാ പോകുന്നേ? ഞാൻ ചോദിക്കും, ശ്യാമയോട് എന്തിനാ ദേഷ്യം കാണിക്കുന്നേ? ശ്യാമ അമൃതയുടെ എങ്ങാനും വിഷമിപ്പിച്ചോന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.